ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കുസാറ്റിനും കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് കുസാറ്റിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ 3.4 കിലോമീറ്റർ ആണ്. സീപോർട്ട് റോഡിലേക്ക് 3.7 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 7.2 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 9.8 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. തൊട്ടടുത്തൊക്കെ നിറയെ വില്ലകളുള്ള നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുപ്പിച്ചടുപ്പിച്ച് നിറയെ വീടുകളുള്ള വില്ല പ്രൊജക്ട് അല്ല, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തൊട്ടടുത്തൊരു മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവയാണ് അടുത്ത് വരുന്നത്. 8.2 കിലോമീറ്റർ ആണ്. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ നല്ലൊരു സ്കൂൾ നോക്കണമെന്നുണ്ടെങ്കിൽ നൈപുണ്യ സ്കൂളിലേക്ക്, കാക്കനാട് സീപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂളിലേക്ക് 3.7 കിലോമീറ്റർ, ജംസ് സ്കൂളിലേക്ക് 7.7 കിലോമീറ്ററും മാർത്തോമ സ്കൂളിലേക്ക് 5 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.38 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 1558 ആണ്. 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന റോഡ് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാവുന്ന സ്പേസ് ഇട്ടിട്ടാണ് വഴി ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും പെയിന്റുകളും ഒക്കെ കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും നല്ല ഭംഗിയുള്ള ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഡിസൈനുകളൊക്കെ തന്നെയാണ്. എലിവേഷൻ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യത്തിന് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വർക്കുകളും നല്ല കളർഫുൾ പെയിന്റിങ്ങും സ്പോട്ട് ലൈറ്റുകളും ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. മുറ്റം കംപ്ലീറ്റ് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിന്റെ ഗ്യാപ്പുകളിലൊക്കെ നമ്മുടെ ആ ഒരു ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ച് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 16 അടി നീളവും 9 അടി വീതിയുമാണ് കാർ പോർച്ചിന്റെ അളവ് വരുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓപ്പൺ ആയിട്ട് മറ്റൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. നേരെ കയറിയിട്ട് രണ്ടാമത്തെ കാറിന്റെ പാർക്കിംഗ് സ്പേസിലൂടെ പോകുമ്പോൾ അവിടെയായിട്ട് നിങ്ങൾക്ക് KW വാട്ടറിന്റെ മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഇവിടെ കണക്ഷൻ KW നമുക്കുണ്ട്. പൈപ്പ് വെള്ളം അവൈലബിൾ ആണ്. വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിനി മെറ്റൽ ഷിപ്പാണ് വിരിക്കാനുള്ളത്. അവിടെ വർക്ക് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ കിണറുണ്ട്. സോ നമുക്ക് ഇവിടെ KW വാട്ടറും ഓൾറെഡി ഉണ്ട്, കിണറും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് നമുക്ക് വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലൂടെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ അവിടെയൊക്കെ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മഹാഗണി, ആഞ്ഞിലിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ് ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മളിപ്പോൾ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നു നിൽക്കുന്നത്. നിങ്ങളിൽ പലരുടെയും കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ലിവിംഗ് സ്പേസിന്റെയും ഡൈനിങ് സ്പേസിന്റെയും കൂടി അളവുകൾ അറിയുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ആണെന്ന്. തീർച്ചയായും നിങ്ങളുടെ താല്പര്യം എന്താണോ അതാണ് മാർബിൾ ഹോംസിൽ ചെയ്യാനായിട്ടും ആഗ്രഹം. ലിവിംഗ് സ്പേസിന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 അടി നീളവും 9 അടി വീതിയുമാണ് അളവ് വരുന്നത്. ഫ്ലോറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിലും ചെറിയൊരു ബ്ലൂയിഷ് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. മെയിൻ ഡോർ കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയായിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന ബോൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ പെയിന്റ് ഡിസൈൻ വരുന്ന ടൈപ്പ് പെയിന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്.
രണ്ട് സൈഡിലായിട്ട് ഭംഗിയുള്ളൊരു ഡിസൈനിൽ ഒരു ചെറിയൊരു ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ ഒരുപാട് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ കാണുന്ന സ്പേസുകളിലൊക്കെ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു വോളിന് മാച്ച് ആയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല സ്പേസ് ഒക്കെ ഇട്ട് അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് നോക്കുവാണെന്നുണ്ടെങ്കിലും മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതിനകത്തും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന വഴിയിൽ തന്നെ 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു നമുക്ക് ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിന്റെ അളവ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമുള്ള നല്ല വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമ്മൾ കണ്ടു. അതിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് വലിയൊരു റൗണ്ട് മിറർ ഡിസൈനോട് കൂടിയിട്ടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയൊരു മൾട്ടിവുഡിന്റെ വർക്ക് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ സെറയിൽ ബ്ലാക്ക് കളറിൽ നല്ല ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം നമുക്കറിയാം ഓൾറെഡി ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ കളർ പെയിന്റിലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കിച്ചൺ കാണുന്നുണ്ട്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴത്തെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് അത് തന്നെ നോക്കാം. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോള് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്ത് ഷോ ലൈറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഈ വോളിന് മാച്ച് ആയിട്ട് തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. മിറർ വെച്ചിട്ടുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ ആയിട്ട് കാണുന്ന സ്പേസുകളുടെ ഇടയിലൊക്കെ ചെറുതായിട്ടുള്ള ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ വിത്ത് ഷെയ്ഡിലുള്ള ഡിസൈനോട് കൂടിയ ടൈലാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഗ്രിപ്പുള്ള ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചൺ ആണ് കാണാൻ പോകുന്നത്. വലിയ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് കിച്ചണിന്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ക്രോക്കറി ഷെൽഫുകൾ 2 എണ്ണം കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. മിഡിൽ പോർഷനിലും സ്പേസ് ഒക്കെ ഇട്ടിട്ട് അവിടെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയും ഡ്രോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു തട്ടൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. ഈ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള വർക്കുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് അവിടെയൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോർഷനിൽ 2 ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെയായിട്ടാണ് അതിന്റെ പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥാനം വരുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് ഗ്യാസ് സ്റ്റവും കുക്കിങ്ങും ഒക്കെ ചെയ്യാവുന്ന രീതിയിലാണ് വാസ്തുപരമായിട്ട് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീജ് ഷെയ്ഡിന്റെ കൂടെ ഒരു ബ്രൗൺ കോഫി ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഇവിടെയായിട്ടാണ്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് കുക്ക് ചെയ്യാവുന്ന ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടുന്ന ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ വരുന്നുണ്ട്. താഴെയുള്ള ഭാഗം കൂടി നമുക്ക് കവർ ചെയ്തെടുത്താൽ ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ എൻഡ് വരെ നമുക്ക് ഇവിടെ നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു അലക്ക് കല്ല് കിട്ടുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ താഴെ വെക്കണമെങ്കിൽ അതിനുള്ള പൈപ്പ് ഫിറ്റിംഗും വേസ്റ്റ് വാട്ടർ ലൈനും അതുപോലെ തന്നെ പ്ലഗ് പോയിന്റും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഡോർ വെച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് വർക്ക് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് ഈ ഒരു വലിയ വോൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് പിങ്ക് ആണ് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത് പെർഗോള മോഡലാണ്. ഇവിടെ ഒരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. നേരെ കയറി നമ്മൾ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഇത്രയും നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിലെ വലിയൊരു വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് കൂടാതെ നമുക്ക് അത്യാവശ്യത്തിന് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനും റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഷെൽഫുകൾ വരുന്നുണ്ട്. LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ വലിയ റൗണ്ട് വരുന്ന ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ്. അതിനകത്തൊക്കെ ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള നല്ലൊരു പെയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഡോർ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഒരു റൂം പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ കംഫർട്ട് നമുക്ക് താഴെ വർക്ക് ഏരിയയിൽ വെക്കുന്നതാണ്. കാരണം നമുക്ക് ഇതൊരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളുടെയും ഒരു വോൾ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കളർ പെയിന്റിങ്ങും അതേ മോഡൽ തന്നെയാണ് റൂഫിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഈ കാണുന്നതാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ 3 വിൻഡോസ് ഇവിടെയുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗങ്ങളിലാണ്. ഈ വോളിന് മാച്ച് ചെയ്യുന്ന അതേ പെയിന്റ് തന്നെയാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഭാഗത്താണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ലാസ്റ്റ് ബെഡ്റൂം, 3ാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 12.5-8.5 ഫീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയാണ്. ഈ വോളിലുള്ള കളറിന് മാച്ച് ആയിട്ടാണ് റൂഫിലും ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വാർഡ്രോബ് ആയിട്ടാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിനോടൊപ്പം ഡ്രസ്സിംഗ് ടേബിൾ നമുക്കൊരു മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലെ ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഡോർ വന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ടഫിന്റെ ഗ്ലാസ് ആണ് അവിടെ കവർ ചെയ്യാനായിട്ട് ഇടാനുള്ളത്. മുകളിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും സൈഡിലുള്ള പില്ലറിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ആണ് ആ ഒരു ഗ്രാഫിക്കൽ ഡിസൈനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കുസാറ്റിനടുത്തും, മറ്റൊരു വഴി പറയുകയാണെങ്കിൽ കളമശ്ശേരി കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് സീപോർട്ട് റോഡിലേക്ക് 3.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കളമശ്ശേരി കുസാറ്റിലേക്ക് 3.4 കിലോമീറ്ററും. വളരെ അടുത്ത് തന്നെയായിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൂരം കുറവാണ്. ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്. ഹോസ്പിറ്റലുകൾ നമുക്ക് തൊട്ടടുത്താണ്. സൺറൈസ് ഹോസ്പിറ്റൽ വരുന്നത്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ നമുക്ക് രാജഗിരി, എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ആണ്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.
നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.38 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 1558 ആണ്. 3.38 സെന്റ് സ്ഥലത്ത് 1558 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിംഗ് വാട്ടറിനായിട്ട് കിണറുണ്ട്. KWയുടെ കണക്ഷൻ ഓൾറെഡി ഇവിടെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 80 ലക്ഷം രൂപയാണ്. 80 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ വീട് കാണാൻ വന്ന് ഇഷ്ടപ്പെട്ട് ടോക്കൺ കൊടുക്കുന്ന നിമിഷം തുടങ്ങി ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും തീർന്ന് നിങ്ങൾക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം വരെയുള്ള എല്ലാ സഹായങ്ങൾക്കും മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.